Hello, my dear students, welcome to all. So, today's lesson based on a speech delivered by Sojourner Truth. Ain't I a woman? ഞാനൊരു സ്ത്രീയല്ലേ? ഓക്കെ, ഈ ഒരു സ്പീച്ചിൽ എന്തായിരിക്കും സൊജൂണർ ട്രൂത്ത് പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്താ, അങ്ങനെ തുടങ്ങി എല്ലാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സോട് കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ്. സോ ആദ്യം നമുക്ക് പറയാനുള്ളത് സൊജൂണർ ട്രൂത്തിനെ കുറിച്ചിട്ടാണ്. അവരുടെ ഒരു ഏർലി ലൈഫ്, റോഡ് ടു ഫ്രീഡം, ആക്ടിവിസം, കീ അച്ചീവ്മെൻറ്റ്സ്, ഈ ഒരു 4 പോയിന്റ് നോക്കുന്നതോട് കൂടിയിട്ട് അവരെന്താ, ആരായിരുന്നു എന്നൊക്കെ നമ്മളിവിടെ നോക്കും. ഓക്കെ, ഇവരുടെ ഏർലി ലൈഫിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ന്യൂയോർക്കിലുള്ള അൾസ്റ്റർ കൗണ്ടിയിൽ 1797 ജനിക്കുന്നത്. ഇവരുടെ ഒറിജിനൽ നെയിം വരുന്നത് ഇസബെല്ല ബോംഫ്രി ആണ്. ഏകദേശം ഒരു 9 വയസ്സ് പ്രായമായപ്പോൾ തന്നെ ഷി സോൾഡ് ഇൻ ടു എ സ്ലൈവറി, അവൾ അടിമയായി മാറുകയാണ്. അങ്ങനെ സെക്ഷൽ അബ്യൂസ്, ബീറ്റിങ്സ്, വിപ്പിങ്സ്, അങ്ങനെ എന്തൊക്കെയോ ചൂഷണങ്ങൾ അനുഭവിക്കാം, അതെല്ലാം ആ ഒരു സ്ത്രീ അനുഭവിച്ചിട്ടുണ്ട്. ദെൻ 1827 1827 അവർ ഈ ഒരു സ്ലൈവറിൽ നിന്നും എസ്കേപ്പ് ആകുന്നുണ്ട്, അതായത് രക്ഷപ്പെടുന്നുണ്ട്. അതിന് മുമ്പും അവരിങ്ങനെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവരെ പിടികൂടുകയും ഏകദേശം 2 വർഷം കാലം വീണ്ടും തടങ്കിലാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ദെൻ ഷീ ബിക്കം എ ഫ്രീഡ് സ്ലൈവ്. ഹിയർ ഫ്രീഡ് സ്ലൈവ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദർ ഇൻഡിവിജ്വൽസ് ഹൂ വർ ഫോർമലി എൻസ്ലൈവ്ഡ് ബട്ട് ഗെയിൻഡ് ദെയർ ഫ്രീഡം പെർട്ടിക്കുലർലി ആഫ്റ്റർ ദ സിവിൽ വാർ. എന്താണെന്നറിയാലോ, ഫ്രീഡ് സ്ലൈവ് എന്ന് പറഞ്ഞാൽ അവരെന്തായിരുന്നു, ആദ്യം അടിമകളായിരുന്നു, പിന്നീട് അവർക്ക് ഫ്രീഡം കിട്ടി. എങ്ങനെ കിട്ടിയതെന്ന് ചോദിച്ചാൽ സിവിൽ വാറിനൊക്കെ ശേഷമായിട്ട്. ഓക്കെ, ആൻഡ് ഇവരുടെ ഒരു കീ അച്ചീവ്മെൻ്റ് ആയിട്ട് വരുന്നത് ഓക്കെ, സക്സസ്ഫുള്ളി ചലഞ്ചഡ് ദ ലീഗാലിറ്റി ഓഫ് ഹെർ സൺസ് സെയിൽ ഇൻ ടു സ്ലൈവറി ഇൻ കോർട്ട്. അതായത് അവരുടെ മകനെ ഒരു വൈറ്റ് സ്ലൈവ് ഓണർ വിൽക്കുന്നുണ്ടായി. സോ അതിനെതിരെ വാദിച്ചിട്ട് തൻ്റെ മകനെ എന്താക്കണേ, ആ ഒരു സ്ലൈവിൽ നിന്നും ആ ഒരു സെയിലിൽ നിന്നും രക്ഷപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, സോ ഷീ വാസ് ദ ഫസ്റ്റ് ആഫ്രിക്കൻ അമേരിക്കൻ വുമൺ ടു വിൻ എ കോർട്ട് കേസ് എഗെയിൻസ്റ്റ് എ വൈറ്റ് സ്ലൈവ് ഓണർ. സോ അത് അവരുടെ ഒരു കീ അച്ചീവ്മെൻ്റ് ആണല്ലോ. യെസ്, നമ്മുടെ സൊജൂണർ ട്രൂത്ത് ഈ ഒരു നെയിം സ്വീകരിക്കുന്നത് 1843 ഇവർ അബോളിഷനിസ്റ്റ് ജോയിൻ ആകുന്നുണ്ട്, അതായത് അബോളിഷനിസ്റ്റ് മൂവ്മെൻറ്റിലൊക്കെ ജോയിൻ ആകുന്നുണ്ട്. അവരുടെ കൂടെ വളരെ 2 പ്രധാനപ്പെട്ട ആളുകളുണ്ടായിരുന്നു, ഫ്രെഡറിക് ഡോഗ്ലാസ്, ദെൻ വില്യം ലയോഡ് ഗാരിസൺ. ഈ ഡോഗ്ലാസ് എന്ന് പറയുന്നത് ഒരു എസ്കേപ്ഡ് സ്ലൈവാണ്, ദെൻ പവർഫുൾ ഒറാറ്ററാണ്. അതായത് വളരെ ഡയറക്റ്റ് ആക്ഷൻസ് എടുക്കുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെ അബോളിഷന് വേണ്ടിയിട്ട് വളരെ വാദിച്ചൊരു വ്യക്തി കൂടിയായിരുന്നു നമ്മുടെ ഡോഗ്ലാസ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് വരുന്ന ആളാണ് ഗാരിസൺ. സോ ഗാരിസൺ എന്ന് പറയുന്നത് ദ ഫൗണ്ടർ ഓഫ് ദ ലിബറേറ്റർ. എന്താ ലിബറേറ്റർ എന്ന് ചോദിച്ചാൽ ദ ലീഡിങ് അബോളിഷനിസ്റ്റ് ന്യൂസ് പേപ്പർ ആയിരുന്നു, ആൻഡ് കോൾഡ് ഫോർ ഇമീഡിയറ്റ് എമാൻസിപ്പേഷൻ ആൻഡ് ഇക്വാലിറ്റി. ഓക്കെ, സോ ഇവരുടെ കൂടെയൊക്കെ തന്നെ നമ്മുടെ സൊജൂണർ ട്രൂത്തും അബോളിഷനിസ്റ്റ് മൂവ്മെൻറ്റിൽ ജോയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദെൻ ഷി ബിക്കം എ ട്രാവലിംഗ് പ്രീച്ചർ ആൻഡ് വിമൻസ് റൈറ്റ് അഡ്വക്കേറ്റ്. അവർ 1850 മെമ്മർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. മെമ്മറിൻ്റെ പേര് വരുന്നത് ദ നരേറ്റീവ് ഓഫ് സൊജൂണർ ട്രൂത്ത്. പിന്നെ നമുക്കറിയാം അവരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്പീച്ച് ഏതാണ്, എൻഡ് ഐ എ വുമൺ. അത് അത് ഡെലിവർ ചെയ്യുന്നത് 1851 ഒഹിയോ വിമൻസ് റൈറ്റ്സ് കൺവെൻഷനിലാണ്. ഓക്കെ, അവിടെ കീ അച്ചീവ്മെൻറ്റ്സിൽ ഫസ്റ്റ് പോയിന്റ് നമുക്കറിയാം. ദെൻ ഷീ എന്ന് പറയുന്നത് ഒരു പൈനിയർ ഇൻ വിമൻസ് റൈറ്റ്സ് ആൻഡ് അബോളിഷൻ മൂവ്മെൻറ്റ്സ്, ദെൻ ഇൻഫ്ലുവൻഷ്യൽ റൈറ്റർ ആയിരുന്നു, ദെൻ അഡ്വക്കേറ്റ് ഫോർ ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സൊജൂണർ ട്രൂത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി വരുന്നത് എൻഡ് ഐ എ വുമൺ എന്ന സ്പീച്ച്. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു ബാക്ക്ഗ്രൗണ്ടായിട്ട് നോക്കാം, ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് ചെറിയ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ദെൻ ഈ ഫ്രേസ് ഉണ്ടല്ലോ, എൻഡ് ഐ എ വുമൺ, അതിനെക്കുറിച്ചിട്ട് കുറച്ച് പറയാം. പിന്നെ നമുക്കതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഒരു അനാലിസിസ് ഓഫ് ദി സ്പീച്ച് നടത്താം. ദെൻ ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് വേർഷൻ ഓഫ് ദി സ്പീച്ചൊക്കെ ഉണ്ട്, അതൊന്ന് ജസ്റ്റ് മെൻഷൻ ആക്കാം. ദെൻ ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കുകയാണ്, ഡസ് ദിസ് സ്പീച്ച് റിമൈൻ ഇമ്പോർട്ടൻറ്റ് ടുഡേ? എന്ത് കാലത്തും അന്ത കാലത്തെ സ്പീച്ച് ഇമ്പോർട്ടൻ്റ് ആണോ? നിങ്ങളിപ്പോൾ പഠിക്കുന്നത് എവിടെയാണ്? ഓക്കെ, സോ അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഇത് ഇന്നത്തെ കാലത്ത് ഇമ്പോർട്ടൻ്റ് ആണോ? ഇത് നിങ്ങളോടുള്ള ചോദ്യമാണ്. ദെൻ ഈ ഒരു സ്പീച്ചിലോട് കൂടിയിട്ട് ഇത് വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള സ്പീച്ചാണ്. ഇത് അഡ്രസ്സ് ചെയ്യുന്നത് ഇഷ്യൂസ് ഓഫ് റൈസ്, ജെൻഡർ ആൻഡ് ഇക്വാലിറ്റി. വളരെ ചെറിയ സ്പീച്ച് ആണെങ്കിൽ കൂടി ഇത്രയും കാര്യങ്ങൾ ഇഷ്യൂസ് റേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ 2 എയിംസ് എന്ന് പറയുന്നത് ടു അബോളിഷ് സ്ലൈവറി വിച്ച് വാസ് പ്രാക്ടീസ്ഡ് ഡ്യൂറിങ് ദാറ്റ് ടൈം. സ്ലൈവറി, അടിമത്തത്തെ എന്ത് ചെയ്യുക, അബോളിഷ് ചെയ്യുക. ദെൻ ടു ക്ലൈം വിമൻസ് റൈറ്റ്, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ. സോ ആദ്യത്തെ 2 പോയിന്റ് നമുക്കറിയാം. ഒഹിയോ വിമൻസ് റൈറ്റ് കൺവെൻഷനിലാണ് ഈ ഒരു സ്പീച്ച് ഡെലിവർ ചെയ്യപ്പെടുന്നത്. എന്നാണ് ദ സ്പീച്ച് വാസ് ഡെലിവേർഡ് ഇൻ ദ ഇയർ 1851. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. ദെൻ ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ്.
ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് ഓർ അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ്. സോ ഹിയർ 16 to 19th സെഞ്ച്വറി ഈ ഒരു കാലഘട്ടത്തിൽ ഏകദേശം 12 മില്യൺ ആഫ്രിക്കൻസിനെ വളരെ ഫോഴ്സ് ചെയ്തിട്ട് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എവിടേക്കെന്ന് അറിയോ? അമേരിക്കയിലോട്ട്. സോ ഇത് സ്വാഭാവികമായിട്ടും ഇറ്റ് ഡീപ്ലി എഫക്റ്റിംഗ് ആഫ്രിക്കൻ സൊസൈറ്റീസ്. ആഫ്രിക്കയിലുള്ള ആഫ്രിക്കൻ ബ്ലാക്സിനെയാണ് എവിടോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ഈ പറയുന്ന US ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. സോ സ്വാഭാവികമായിട്ടും അവിടെ ഇവർ എത്തുമ്പോൾ അവിടെ എന്തായി? ഒരു റേഷ്യൻ, അത് കളർ ഡിസ്ക്രിമിനേഷൻ നമുക്ക് അവിടെ നന്നായിട്ട് കാണാൻ സാധിക്കും. അടിമകൾ ആരാണ്? കളർ എന്താണ്? ബ്ലാക്ക് ആണ്. അവരുടെ ഓണറായിട്ട് വരുന്നത് ആരാണ്? വൈറ്റ്സ് ആണ്. ഓക്കെ, സോ യെസ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത് എൻസ്ലൈവ്ഡ് വിമൻ ഫേസ്ഡ് യുണീക്ക് ചാലഞ്ചസ്. അത് അടിമകളാക്കപ്പെട്ട പുരുഷന്മാർക്ക് ഓക്കെ, എന്നാൽ സ്ത്രീകൾക്ക് കുറച്ച് യുണീക്ക് ആയിട്ടുള്ള ചാലഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്ത് മാത്രമല്ലെന്നറിയോ, അത് അവരെ ഫോഴ്സ് ചെയ്തിട്ട് പണിയെടുപ്പിക്കുന്നതിനപ്പുറത്തേക്ക് അവരെന്ത് ചെയ്തിരുന്നു? വളരെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നു. അത് മാത്രമല്ല, അവർക്കൊരു ഫാമിലി ആയി കഴിയുമ്പോൾ, ഒരു ഹസ്ബൻഡ്, മക്കളായി കഴിയുമ്പോൾ ആ ഫാമിലിയിൽ നിന്നും അവരെ സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് യുണീക്ക് ചാലഞ്ചസിലൂടെ ഇവരൊക്കെ കടന്നു പോയിട്ടുണ്ട്. രണ്ടാമതായിട്ട് വരുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ദ അബോളിഷനിസ്റ്റ് മൂവ്മെൻറ്റ്. സോ ഞാൻ ചോദിക്കട്ടെ, അബോളിഷനിസം എന്ന ടേം നിങ്ങളെങ്ങനെ ഡിഫൈൻ ചെയ്യുക? അതായത് അബോളിഷനിസം ഇസ് ദ മൂവ്മെൻറ്റ് എയിംഡ് അറ്റ് എൻഡിങ് സ്ലേവറി ആൻഡ് ലിബറേറ്റിംഗ് എൻസ്ലൈവ്ഡ് ഇൻഡിവിജ്വൽസ് ഗ്ലോബലി. അതായത് ഒരു പെർട്ടിക്കുലർ സ്ഥലമാണ് അല്ല, അല്ലെങ്കിൽ ഒരു രാജ്യം, അങ്ങനെയൊന്നുമല്ല, ലോകമെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു സ്ലേവറി, അടിമത്തത്തെ അവസാനിപ്പിക്കുക, എന്നിട്ട് അടിമകളാക്കപ്പെട്ട എല്ലാവർക്കും അവർക്കുള്ളൊരു ഫ്രീഡം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടുണ്ടായ ഒരു മൂവ്മെൻറ്റാണ് അബോളിഷനിസം. സോ ഇവിടെ ഞാൻ കുറച്ച് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ പോയിൻറ്റ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. സോ ഫസ്റ്റ് പോയിന്റ് വരുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് ദ സെക്കൻഡ് ഗ്രേറ്റ് അവേക്കനിങ് എന്നാണ്. അതായത് നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? ഗോഡുമായിട്ട്, ക്രൈസ്റ്റുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ? സോ അത് തന്നെയാണ് ഇവിടെയും. അതായത് ഒരു റിലീജിയസ് ഇൻഫ്ലുവൻസ് ആണ് ഇൻഫ്ലുവൻസ് ഓഫ് ദ സെക്കൻഡ് ഗ്രേറ്റ് അവേക്കനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരുപാട് ആളുകൾ ഈ സ്ലേവറി അവസാനിപ്പിക്കണം എന്ന് പറയാൻ കാരണം തന്നെ ഒരു റിലീജിയസ് റിവൈവലാണ്. ഇതിനെയാണ് ദ സെക്കൻഡ് ഗ്രേറ്റ് അവേക്കനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ വൈ ഇറ്റ് മാറ്റേഴ്സ് എന്ന് ചോദിച്ചാലും അവരൊക്കെ വിശ്വസിച്ചിരുന്നത് ഈ ഒരു സ്ലേവറി എന്ന് പറയുന്നത് ഗോഡിന് എതിരെ, അതായത് ഒരു സിന്നാണ്, ഒരു പാപമാണ് എന്നുള്ളത് ആര് പഠിപ്പിച്ചു? റിലീജിയൻ അവരെ പഠിപ്പിക്കുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ വേറൊരു ഭാഗം എന്ന് പറയുന്നത് അവരൊരിക്കലും ഒരു സോഷ്യലി അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റി എന്നുള്ള രീതിയിലല്ലായിരുന്നു സ്ലേവറി അവസാനിപ്പിക്കണം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു ഡിവൈനായിട്ട് ദൈവത്തിനെതിരെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. സോ ദിസ് മെയ്ഡ് ദം വാണ്ട് ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ഇറ്റ് ആൻഡ് ഹെൽപ്പ് ചേഞ്ച് പീപ്പിൾസ് മൈൻഡ്. ചില്ലറ കാര്യമില്ല. രണ്ടാമത്തെ പോയിൻ്റായിട്ട് വരുന്നത് ഗ്രോവിങ് റിഫ്റ്റ് ബിറ്റ്വീൻ നോർത്ത് ആൻഡ് സൗത്ത്, അല്ലെങ്കിൽ ഡിവിഷൻ ബിറ്റ്വീൻ നോർത്ത് ആൻഡ് സൗത്ത്. നോർത്തിലുള്ള ജനങ്ങൾ സ്ലേവറിയെ ഒപ്പോസ് ചെയ്തപ്പോൾ സൗത്തിലുള്ളവർക്ക് അത് പറ്റില്ല. കാരണം അവരുടെ ഫാമിങ്, അവരുടെ എല്ലാ കാര്യങ്ങൾക്കും എന്ത് വേണമായിരുന്നു? ഈ ഒരു സ്ലേവറി വേണമായിരുന്നു. സോ ദേ ബിക്കം മോർ അപ്സെറ്റ്. സോ വൈ ഇറ്റ് മാറ്റേഴ്സ് എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ഡിസഗ്രിമെൻറ്റ്, ഇവർ രണ്ട് പേരൊരു ഡിസഗ്രിമെൻറ്റ് ക്രിയേറ്റ് എ ബിഗ് സ്പ്ലിറ്റ് ഇൻ ദ കൺട്രി. ആ ഒരു രാജ്യത്തിനെ രണ്ട് സ്പ്ലിറ്റാക്കിയാണ്. സോ ഇതാണ് ഇങ്ങനെ ആയിട്ട് മാറിയത്, വിച്ച് ഇവൻച്വലി ലീഡ് ടു ദ സിവിൽ വാർ. സോ ദ തേർഡ് പോയിന്റ് ഈസ് ദാറ്റ് ദ സിവിൽ വാർ ആൻഡ് ഇറ്റ്സ് ആഫ്റ്റർ മാത്ത്. Okay, the Civil War was fought over issues like slavery, and it was very important and difficult time in American history. അമേരിക്കൻ ഹിസ്റ്ററിയിൽ തന്നെ വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു സമയമായിരുന്നു ഈ ഒരു സിവിൽ വാർ നടന്ന സമയം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എങ്ങനെയാണ് മാറ്റേഴ്സ് ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു വാറാണ് സ്ലേവറിയെ അവസാനിപ്പിച്ചത്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അത് അബോളിഷനിസ്റ്റ് മൂവ്മെൻറ്റ് അവർക്കൊരു ഹ്യൂജായിട്ടുള്ള വിന്നായിരുന്നു. രണ്ടാമതായിട്ട് വരുന്നത് ഒരുപാട് എൻസ്ലൈവ്ഡ്, അതായത് ആളുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഒരാളുടെ അടിമയായിട്ട് മാറാമെന്നൊക്കെ പറയുന്നത്, അവർ പറയുന്നതൊക്കെ കേൾക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ നെഗ്നൻ്റായിട്ട് ഇരിക്കേണ്ടി വരും. അവർ പറയുന്ന എല്ലാ രീതിയിലുള്ള ഫോഴ്സായിട്ട് നമ്മൾ പണിയെടുക്കേണ്ടി വരും. അവർ നമ്മൾ ഫിസിക്കലി മെൻ്റലി ടോർച്ചർ ചെയ്യും. അവർ നമ്മൾ അടിക്കും. അവർ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. അങ്ങനൊരു അവസ്ഥ. സോ ഇത് ഇത്രത്തോളം ഭയാനകരമാണ് എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. സോ ഇത്തരത്തിലുള്ള എൻസ്ലൈവ്ഡ് പീപ്പിൾ കുഡ് ഫൈനലി ബി ഫ്രീ. സോ ദ സിവിൽ വാർ എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു കാര്യമാണല്ലേ. ദെൻ ഫോർത്ത് പോയിന്റ് വരുന്നത് 13th Amendment 1865, 1865. സോ ദിസ് അമെൻമെൻറ്റ് ഒഫീഷ്യലി മെയ്ഡ് സ്ലേവറി ഇല്ലീഗൽ ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അമേരിക്കയിൽ, US ഈ ഒരു സ്ലേവറി അതെന്താക്കി മാറ്റുകയാണ്? അത് ഇല്ലീഗലാക്കി മാറ്റുകയാണ്. ആ ഒരു അമെൻമെൻറ്റാണ് 13th Amendment എന്ന് പറയുന്നത്. സോ ഇറ്റ് വാസ് ദ മേജർ വിക്ടറി ഫോർ ദി അബോളിഷനിസ്റ്റ് മൂവ്മെൻറ്റ് ആൻഡ് ഷോഡ് ദാറ്റ് സൊസൈറ്റീസ് വ്യൂസ് വെർ ചേഞ്ചിങ്. നമ്മുടെ സൊസൈറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ ഒരു 13th Amendment കൊണ്ട് കാണിച്ചു തരുന്നത്. ദെൻ റിട്ടേണിംഗ് ടു ആഫ്രിക്ക, അതായത് ആഫ്രിക്കൻസ് എന്തായി? സ്ലേവറിയിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ട് കിട്ടി.
അങ്ങനെ വന്നപ്പോൾ അവർക്ക് അവരുടെ ആഫ്രിക്കയിലോട്ട്, അതായത് അവരുടെ സ്വന്തം എന്ന് തോന്നുന്ന സ്ഥലത്തോട്ട് അവർ തിരിച്ചു പോകാൻ ശ്രമിക്കുകയാണ്. സം ആഫ്രിക്കൻ അമേരിക്കൻസ് വാണ്ടഡ് ടു മൂവ് ബാക്ക് ടു ആഫ്രിക്ക. സോ സ്ലേവറിൽ നിന്ന് ഫ്രീ ആയി. ഇത് കാണിക്കുന്നത് എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഈവൻ ദോ അവർക്കിവിടെ ഫ്രീഡം കിട്ടി എന്നുണ്ടെങ്കിൽ പോലും പീപ്പിൾ ഇപ്പോഴും ആ ഒരു സൊസൈറ്റിയിൽ അവർക്കുള്ളൊരു പ്ലേസിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് നമ്മൾ ഫ്രീ എന്ന് പറഞ്ഞാലും അവിടെ എന്താകില്ല, അവിടെയുള്ള ആളുകൾ നമ്മളെ വേറെ ഒരു കണ്ണിലൂടെ ആയിരിക്കും കാണുക. ഓക്കെ, സോ അതുകൊണ്ടാണ് അവരെന്ത് വരുന്നത്, റിട്ടേൺ ഓഫ് ആഫ്രിക്കൻ അമേരിക്കൻസ് ടു ആഫ്രിക്ക. ദെൻ 15th Amendment ഓഫ് 1870, 1870. ഓക്കെ, ഈ ഒരു അമെൻമെൻറ്റാണ് ആഫ്രിക്കൻ അമേരിക്കൻ മെന്നിന്, പുരുഷന്മാർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുത്തത്. അപ്പോൾ സ്ത്രീകളെ കാര്യം എന്താ? സോ നമുക്കറിയാം ഇതൊരു ഫോർവേഡ് ആയിട്ടുള്ള ചിന്തയാണെങ്കിൽ കൂടി വിമൻ വർ സ്റ്റിൽ നോട്ട് അലൗഡ് ടു വോട്ട്. സ്ത്രീകൾക്ക് അപ്പോഴും വോട്ട് ചെയ്യാനുള്ള അവകാശം അവിടെ നിഷേധിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ കാണിക്കുന്നത്? ഷോവിങ് ദാറ്റ് ദ ഫൈറ്റ് ഫോർ ഇക്വാലിറ്റി വാസ് നോട്ട് ഓവർ. ആദ്യം നമ്മൾ ബ്ലാക്ക് വൈറ്റ് എന്നുള്ള രീതിയിൽ ഒരു ഫൈറ്റ് ചെയ്തു, സിൽവർ നേടി, നമുക്ക് എന്താ കിട്ടി? ഫ്രീ ആയി സ്ലൈവറിൽ നിന്നൊക്കെ. പക്ഷേ എന്നിരുന്നാലും പിന്നീട് എന്താ വന്നത്? മെൻ ആൻഡ് വിമൻ. ഓക്കെ, സോ നമുക്ക് ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാനുള്ളൊരു സമയം അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു 15th Amendment നമുക്ക് കാണിച്ചു തരുന്നത്. ദെൻ ഫോർമേഷൻ ഓഫ് NAACP 1909. ഓക്കെ, സോ വാട്ട് ഹാപ്പൻ എന്ന് ചോദിച്ചാൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? ടു ഫൈറ്റ് ഫോർ ദ റൈറ്റ്സ് ഓഫ് ആഫ്രിക്കൻ അമേരിക്കൻസ് ആൻഡ് ടു സ്റ്റോപ്പ് ഡിസ്ക്രിമിനേഷൻ. അത് ഏത് രീതിയിലെ ഡിസ്ക്രിമിനേഷനും അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആഫ്രിക്കൻ അമേരിക്കൻസിന് റൈറ്റ്സ്, അവരുടെ അവകാശങ്ങൾക്ക് ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് NAACP എന്ന് പറയുന്നത്. സോ ഇതൊരു ഓർഗനൈസേഷനാണ്. ഈ ഒരു ഓർഗനൈസേഷൻ ക്യാരിഡ് ഓൺ ദ വർക്ക് ഓഫ് ദ അബോളിഷനിസ്റ്റ് ആൻഡ് ഫോക്കസ്ഡ് ഓൺ എൻഷുറിംഗ് ഈക്വൽ റൈറ്റ്സ് ഫോർ ഓൾ. എല്ലാവർക്കും എന്ത് വേണം? ഈക്വൽ റൈറ്റ്സ് എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫോക്കസ് ആയിട്ട് വരുന്നത്. സോ ഇതെല്ലാം കൂടി, അതായത് ഈ ഒരു അബോളിഷനിസ്റ്റ് മൂവ്മെൻറ്റ് ടോട്ടലായിട്ട് നമ്മളൊരു ഓവറോൾ മെസ്സേജ് നിങ്ങൾക്ക് തരാണെങ്കിൽ ഞാൻ എങ്ങനെ തരുമെന്ന് അറിയും? ലൈക്ക് ദ അബോളിഷനിസ്റ്റ് മൂവ്മെൻറ്റ് വാസ് അബൌട്ട് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് സ്ലേവറി ആൻഡ് മേക്കിംഗ് ഷുവർ everyone has equal rights. It has started with strong beliefs and faced a lot of challenges, achieved important legal changes, and inspired future groups like the NAACP. So the journey for equality didn't end with slavery. It continued as people kept fighting for justice for everyone. So ഇതാണ് ഇതിൻ്റെയൊക്കെ ഒരു സോഷ്യൽ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ പറയാനുള്ളത് ഫ്രേസ് ആൻഡ് എ വുമൺ ഏകദേശം എത്ര തവണ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? അത് നിങ്ങൾക്ക് തരുന്നൊരു വർക്ക് ആയിക്കോട്ടെ. നിങ്ങൾ നോക്കൂ, ഈ ഒരു സ്പീച്ചിൽ ആൻഡ് എ വുമൺ എന്നുള്ള ഫ്രേസ് എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, സൊജോർണ ട്രൂത്തിൻ്റെ ഈ ഒരു സ്പീച്ചിലെ ഒരു സെൻട്രൽ പാർട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇതൊരു റിട്ടോറിക്കൽ ക്വസ്റ്റ്യനാണ്, റിപ്പീറ്റ് ചെയ്ത് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇതൊരു പവർഫുള്ളി ആയിട്ട് ഇതെന്താ കാണിക്കുന്ന അറിയും? അതായത് ആഫ്രിക്കൻ അമേരിക്കൻ സ്ത്രീകളുടെ ഒരു ഈക്വൽ റൈറ്റ്സിൻ്റെ ആവശ്യകത, ഒരു നീഡാണ് ഇത് നമുക്ക് കാണിച്ചു തരുന്നത്. അത് ഇത് സ്റ്റീരിയോടൈപ്സിനെ ചാലഞ്ച് ചെയ്യുന്നുണ്ട്, അതായത് ഇൻജസ്റ്റിസിനെ ഹൈലൈറ്റ് ചെയ്യുന്നു. ആൻഡ് എംഫസൈസ് ദ സ്ട്രെങ്ത് ആൻഡ് റെസിലിയൻസ് ഓഫ് വിമൻ ഹു ഹാവ് ഫേസ്ഡ് ഓപ്പറേഷൻ. സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് രീതിയിലുള്ള ഓപ്പറേഷൻ ഉണ്ട്, ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, സ്റ്റീരിയോടൈപ്സിൻ്റെ ചില ചിന്താഗതികളുണ്ട്, ഒരു ഇൻജസ്റ്റിസ്. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ടാണ് ഈ ഒരു എയിൻഡ് എ വുമൺ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എന്നാണ് പറയുന്നത്. ദിസ് റിപ്പീറ്റേഷൻ നോട്ട് ഓൺലി റെയിൻഫോഴ്സസ് ഹെർ മെസ്സേജ് ബട്ട് ഓൾസോ മേക്സ് ഇറ്റ്സ് മെമ്മോറബിൾ ആൻഡ് ഇമ്പാക്ട്ഫുൾ ഫോർ ഹെർ ഓഡിയൻസ്. നമുക്കറിയാം ഇത് സ്പീച്ചാണ്. സോ അതിങ്ങനെ സ്പീച്ച് പറയുന്ന സമയത്ത് അവർ ചോദിക്കണം, എയിൻഡ് എ വുമൺ, ഞാനൊരു സ്ത്രീയല്ലേ? ആ ഒരു ഫ്രേസ് അതെന്തിനാണ്? ഇത് കേൾക്കുന്ന ആൾക്ക് ഇത് ഇമ്പാക്ട്ഫുൾ ആകും. സോ അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുകയാണ്, യൂട്യൂബിൽ ഇതിൻ്റെ ഒറിജിൻ, അതായത് ഈ പറയുന്ന സൊജോർണ ട്രൂത്ത് ഒറിജിനലി ഡെലിവർ ചെയ്യുന്ന സ്പീച്ച് ഉണ്ട്. സോ നിങ്ങൾ അതൊന്ന് കാണുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും. ഓക്കെ, സോ ഇതിൻ്റെ 2 ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ദ സ്പീച്ച് ഉണ്ട്, അതായത് ഡിഫറെൻറ്റ് വേർഷൻസ് ഓഫ് സ്പീച്ച്. 2 ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ആൻറ്റി സ്ലേവറി ബബിൾ ഓൺ June 21, 1851 by Maurice Robinson. Then second one, Frances Dana Baker Gage published a different version which now became known as And I a Woman in 1863. സോ ഇത് രണ്ടും ജസ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് വരികയാണെങ്കിൽ നമുക്കിത് മെൻഷൻ ചെയ്യാം കേട്ടോ. സോ ആൻഡ് ഫൈനലി നമ്മൾ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞു, ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു, ഈ ഫ്രേസിനെ കുറിച്ച് പറഞ്ഞു, ഡിഫറെൻറ്റ് വേർഷൻ ഓഫ് ദി സ്പീച്ച് പറഞ്ഞു. ഇനിയാണ് നമുക്കുള്ളത് ഇതിൻ്റെ അനാലിസിസ് ഓഫ് ദി സ്പീച്ച്. സോ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അനാലിസിസ് വീഡിയോ നെക്സ്റ്റ് പാർട്ടായിട്ടാണ് വരുന്നത്. സോ താങ്ക് യു. ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. നമ്മളിവിടെയാണ് പറഞ്ഞു നിർത്തിയത് എയിൻഡ് എ വുമൻ എന്നുള്ള സ്പീച്ചാണ് അല്ലേ. സോ ഇതാരായിരുന്നു ഡെലിവർ ചെയ്തത്? സൊജോർണ ട്രൂത്ത്. എവിടെയായിരുന്നു? ഒഹിയോയിൽ നടന്നിട്ടുള്ള വിമൻസ് കൺവെൻഷനിൽ 1851 ഈ ഒരു സ്പീച്ച് ഡെലിവർ ചെയ്തത്. നമ്മൾ എന്തൊക്കെയാണ് ആദ്യത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ആദ്യം എബൌട്ട്
സൊജോർണർ ട്രൂത്ത്. അതിനുശേഷം നമ്മൾ നോക്കിയത് ഈ ഒരു സ്പീച്ചിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത്? ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലൈവ് ട്രേഡിനെ കുറിച്ചിട്ടും അതുപോലെ അബോളിഷനിസ്റ്റ് മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടും നോക്കി. ഇതിലൊരു ഫ്രേസ് റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്. ഏതാണ് ഫ്രേസ്? യെസ്, നമ്മുടെ സ്പീച്ചിൻ്റെ ടൈറ്റിലായിട്ട് വരുന്ന എയിൻഡ് ഐ എ വുമൺ എന്ന സ്പീച്ചിൻ്റെ ടൈറ്റിൽ. ഓക്കെ, സോ ഇത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്? 4 പ്രാവശ്യം. എന്തിനാണ് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചത്? നമുക്കതിൻ്റെ ആൻസർ അറിയാം. പിന്നെ ഒരുപാട് ട്രാൻസ്ക്രിപ്ഷൻസ്, ഒരുപാട് വേർഷൻസ് ഈ ഒരു സ്പീച്ചിന് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതും കൂടുതൽ അക്സെപ്റ്റബിളുമായിട്ടുള്ളതാണ് ഫ്രാൻസിസ് ഡാന ബെക്കർ ഗേജ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ഒരു വേർഷൻ. ഇത് 1863 ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി സെക്കൻഡ് പാർട്ട് വരുമ്പോൾ നമുക്കിവിടെ നോക്കാനുള്ളത് ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ദി സ്പീച്ചാണ്. ഓക്കെ, ഈ ഒരു സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സൊജോർണർ ട്രൂത്ത് അവിടെയുള്ള ഓഡിയൻസിന് ചിൽഡ്രൻ എന്ന് വിളിച്ചുകൊണ്ടാണ്. സോ വിച്ച് ഗീവ്സ് എ സെൻസ് ഓഫ് അതോറിറ്റി, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, അതായത് താൻ റൈറ്റ്സിനെ കുറിച്ചിട്ട്, അവകാശങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാൻ മാത്രമുള്ള ഒരു ക്രെഡിബിൾ വോയിസ് തനിക്ക് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട്, അത് ഓഡിയൻസിന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു വേർഡ് അവർ ചൂസ് ചെയ്തിട്ടുള്ളത്. സോ അവരുടെ ചോയ്സ് ഓഫ് വേർഡ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ സൊസൈറ്റിയിലെ ലാക്ക് ഓഫ് ഇക്വാലിറ്റിയാണ്. നമ്മുടെ സൊസൈറ്റിയുടെ ഒരു അൺബാലൻസ്ഡ് കണ്ടീഷനെയാണ് ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത്. സോ അവിടെ എന്തില്ല? ഇക്വാലിറ്റി ഇല്ല. ഇക്വാലിറ്റി ഈസ് ആബ്സെൻറ്റ്. ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആരെ കാണാം? സൗത്തിൽ നിന്നുള്ള ബ്ലാക്ക് പീപ്പിളെ കാണാം. അവരെന്താണ്? ദേ ആർ ഫൈറ്റിംഗ് ഫോർ ഫ്രീഡം ഫ്രം സ്ലേവറി. ഓൺ ദ അതർ സൈഡ് വിമൻ ഇൻ ദ നോർത്ത് ആർ ഫൈറ്റിംഗ് ഫോർ ദ റൈറ്റ് ടു വോട്ട്. സൗത്തിൽ നിന്നുള്ള ആളുകൾ സ്ലേവറിൽ നിന്നും ഫ്രീഡത്തിന് വേണ്ടിയിട്ടും അതുപോലെ നോർത്തിൽ നിന്നുള്ള വിമൻ അവരുടെ വോട്ടിനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുമാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഇനി പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ 2 കൂട്ടരും ഫൈറ്റ് ചെയ്യുന്നത് ആർക്കെതിരെയാണ്? വൈറ്റ് മെന്നിന് എതിരാണ്. സോ ബോത്ത് ഗ്രൂപ്പ്സ് ആർ യുണൈറ്റഡ് ഇൻ ദ ഫൈറ്റ് അഗെയിൻസ്റ്റ് ഓപ്പറേഷൻ ഫ്രം വൈറ്റ് മെൻ. ഈ ഒരു ഫ്രേസ് ഒന്ന് ശ്രദ്ധിച്ചേ. Where there is so much racket, there must be something out of kilter. Here racket എന്നുള്ള വേർഡിൻ്റെ മീനിങ് നോയ്സ് ആണ്. കിൽറ്റർ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അൺബാലൻസ്ഡ് കണ്ടീഷൻ, ഇംബാലൻസ് ഇൻ സൊസൈറ്റി. ഓക്കെ, സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓൾ ദ നോയ്സസ് അബൌട്ട് റൈറ്റ്സ് ഷോസ് വേർ ദർ ആർ സീരിയസ് പ്രോബ്ലംസ് ദാറ്റ് നീഡ് ടു ബി ഫിക്സ്ഡ്. നോയ്സ് എന്നാ ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? അതായത് സൗത്തിൽ നിന്നുള്ളവരും നോർത്തിൽ നിന്നുള്ള ആളുകളൊക്കെ എന്തിനു വേണ്ടിയിട്ട്? റൈറ്റ്സിന് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത് കാണിക്കുന്നത് അവിടെ ശബ്ദം എവിടെയാണോ ഉയരുന്നത് അവിടെ എന്തുണ്ട്? എന്തൊക്കെയോ പ്രോബ്ലംസ്, പ്രശ്നങ്ങളുണ്ട്. സോ നമുക്ക് എന്താ വേണ്ടത്? ദാറ്റ് നീഡ് ടു ബി ഫിക്സ്ഡ്. പിന്നെ നോക്കൂ, ദ വൈറ്റ് മെൻ വിൽ ബി ഇൻ എ ഫിക്സ് പ്രെറ്റി സൂൺ. ഇത് സജസ്റ്റ് ചെയ്യുന്നത് ദ ഗ്രോവിംഗ് ഡിമാൻഡ്സ് ഫോർ റൈറ്റ്സ് ആർ ത്രെറ്റനിങ് ദ ട്രഡീഷണൽ പവർ സ്ട്രക്ചർ. അവിടെ ഒരു പവർ സ്ട്രക്ചർ തന്നെയുണ്ട്. അതായത് ഏറ്റവും മുകളിൽ ആരാണ്? വൈറ്റ് മെൻ ആണ് അല്ലേ? അതിന് താഴെയായിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഒരുപോലെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഡിമാൻഡിങ് ഇങ്ങനെ ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? അപ്പോൾ അതെന്തായി? വൈറ്റ് മെന്നിന് ഒരു ത്രെറ്റനിങ് ആണ്, ഭീഷണിയാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഫ്രേസാണ് ദ വൈറ്റ് മെൻ വിൽ ബി ഇൻ എ ഫിക്സ് പ്രെറ്റി സൂൺ എന്ന് പറയുന്നത്. സോ ഓവറോൾ ഈ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്യുന്നത് ദ അർജൻറ്റ് സോഷ്യൽ ചേഞ്ചസ് ഹാപ്പനിങ് അറ്റ് ദ ടൈം ആൻഡ് ദ ചാലഞ്ചസ് ദീസ് ഗ്രൂപ്പ്സ് ആർ ഫേസിങ്. ഓക്കെ, ദാറ്റ് മാൻ ഓവർ ദർ സേസ് ദാറ്റ്. ആ മാൻ എന്ന് പറയുന്നത് നമ്മുടെ സൊജോർണർ ട്രൂത്തിന് മുമ്പായിട്ട് ഓഡിയൻസിൻ്റെ കൂട്ടത്തിൽ നിന്നും സംസാരിച്ചൊരു വ്യക്തിയാണ്. സോ ഹി ക്ലെയിംഡ് ദാറ്റ് വിമൻ ഓൾവേസ് നീഡ് ഹെൽപ്പ് ഫ്രം മെൻ. എല്ലായ്പ്പോഴും പുരുഷന്മാരിൽ നിന്നും ഹെൽപ്പ് വേണം, പുരുഷന്മാരുടെ സഹായമില്ലാതെ ഒരിക്കലും സ്വന്തമായിട്ട് ഒന്നും സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇതൊരു കൈൻഡ് ഓഫ് എന്താണെന്ന് പറയുക, ജെൻഡർ സ്റ്റീരിയോ ടൈപ്പാണ്, ഒരു മെയിൽ പെർസെപ്ഷനാണ്. അതായത് വിമൻ വീക്കാണ്, അവർ ചിന്തിക്കുന്നത് വിമണിന് എപ്പോഴും എന്ത് വേണം? പ്രൊട്ടക്ഷൻ വേണം, അവർക്കൊന്നും സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഓക്കെ, സോ ഇതിനെതിരായിട്ടാണ് ഇതിന് റെസ്പോൺസായിട്ട് നമ്മുടെ സൊജോർണർ ട്രൂത്ത് പറയുന്നൊരു കാര്യം. നോ ബഡി എവർ ഹെൽപ്സ് മീ ഇൻ ടു കറേജസ് ഓർ ഓവർ മഡ് പഡൽസ് ഓർ ഗിവ്സ് മീ എനി ബെസ്റ്റ് പ്ലേസ് ആൻഡ് എൻ്റെ എ വുമൺ. എന്നെ ആരും കാരേജസിലോട്ട് സഹായിച്ചിട്ടില്ല, എന്നെ മഡ് പഡൽസ് ചെളിക്കുഴികളിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല, എനിക്ക് ആരും ഒരു നല്ല പ്ലേസ്, ഒരു ബെസ്റ്റ് പ്ലേസും എനിക്ക് തന്നിട്ടില്ല. ഞാൻ എന്ന സ്ത്രീയല്ലേ? അതായത് സ്ത്രീകൾക്ക് എല്ലായ്പ്പോഴും ഹെൽപ്പ് വേണം, ഹെൽപ്പ് ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവരെന്താ സ്ത്രീയല്ലേ? ഇനി ആരും ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഇതാണ് നമ്മുടെ സൊജോർണർ ട്രൂത്ത് പറയുന്നത്. അതായത് ഒരു ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് അതെന്താക്കിയാണ് കോൺട്രഡിക്റ്റ് ചെയ്യാണ് അവിടെ ചെയ്തത്. ഓക്കെ, ഇതിൻ്റെ ഒരു ഡീപ്പർ മീനിങ് വരുന്നത് എന്താണെന്ന് അറിയും. അവരൊരു ബ്ലാക്ക് വുമൻ ആണ്, ഒരു ഫോമർ സ്ലേവാണ്. ദാറ്റ്സ് വൈ ഷി ഡസൻറ്റ് റിസീവ് ദ അസിസ്റ്റൻസ് ദാറ്റ് ദ മാൻ അസ്യൂംസ് ഓൾ വിമൻ റിസീവ്. ഓക്കെ, ഇനി പറയാണ് അവർ ചിലപ്പോൾ ഒരു വൈറ്റ് വുമൺ ആണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ട്രീറ്റ് ചെയ്യുക ഇങ്ങനെ ആക്കണമെന്നില്ല. അതുമാത്രമല്ല അവർക്ക് ഹെൽപ്പും ഓഫർ ചെയ്യും. ഇതൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് അറിയും? റേസ്, ജെൻഡർ, ഇതിലേക്കുള്ളൊരു ഇൻ്റർസെക്ഷനാണ് കാണിക്കുന്നത്. ഷോവിങ് ഹൗ സോഷ്യൽ എക്സ്പെക്റ്റേഷൻ വെരി സിഗ്നിഫിക്കൻ്റ്ലി ബേസ്ഡ് ഓൺ വൺസ് ബാക്ക്ഗ്രൗണ്ട്. ഒരാളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിയിട്ടാണ് ഒരാൾ ഹെൽപ്പ് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, പിന്നെന്താ അവർ പറഞ്ഞത്? ലുക്ക് അറ്റ് മീ, ലുക്ക് അറ്റ് മൈ ആം, ഐ ഹാവ് ക്ലോത്ത്
and planted and gathered into bands, and no man could hurt me, and ain't I a woman? എന്നെ നോക്കൂ, എൻ്റെ കൈ നോക്കൂ. എന്തിനാ കൈ നോക്കാൻ പറഞ്ഞത്? ഇവിടെ അവർ എംഫസൈസ് ചെയ്യുന്നത് അവരുടെ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് ആണ്, അവരുടെ ഒരു ഹാർഡ് വർക്ക്, അതും എവിടെ? അഗ്രികൾച്ചർ ലാബറിൽ. സോ ഒരു ജെൻഡർ നോംസ് ഉണ്ട്. അതായത് അഗ്രികൾച്ചർ ഫീൽഡിൽ പലപ്പോഴായിട്ട് ആരാണ് ഉണ്ടാകാറുള്ളത്? പുരുഷന്മാരാണ് ഉണ്ടാകാറുള്ളത് എന്നുള്ളൊരു ജെൻഡർ നോംസിനെ തള്ളി പറഞ്ഞുകൊണ്ട് അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സോ ലുക്ക് അറ്റ് മൈ ആം. അവിടെ കാണിച്ചു തരണം, അവരൊരു പ്രൂഫായിട്ട്, അവരുടെ ഒരു എഫേർട്ടിൻ്റെ പ്രൂഫായിട്ടാണ് അവരുടെ കയ്യിനെ അവൾ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു അസോസിയേഷൻ ചലഞ്ച് ചെയ്യുന്നത് സ്റ്റീരിയോടൈപ്പ് ദാറ്റ് വിമൻ ആർ വീക്ക് ആൻഡ് ഡിപ്പെൻഡൻറ്റ് ഓൺ മെൻ. അത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് ആ ഒരു സ്റ്റീരിയോ ടൈപ്പിനെയൊക്കെ ഇങ്ങനെ തള്ളി പറഞ്ഞുകൊണ്ട് സ്വയം എക്സ്പീരിയൻസിൽ നിന്നൊക്കെ നമുക്ക് അവരെ എന്ത് ചെയ്തു തരാണ്? ഓരോ കാര്യങ്ങൾ തുറന്ന് കാണിച്ചു തരാണ്. ട്രൂത്തിൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെ പ്ലാന്റിങ്, ഗ്യാതറിങ് ഒക്കെ, ഇതൊക്കെ അവളുടെ ഒരു ഇൻഡിപെൻഡൻസിനെയാണ് കാണിക്കുന്നത്. അവരുടെ എല്ലാ കാര്യങ്ങളും, അതായത് മെയിൽ ഡോമിനേറ്റഡ് ഫീൽഡാണ് ഈ ഒരു അഗ്രികൾച്ചർ ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനൊക്കെ താനും കഴിയും, തനിക്കും അതായത് തന്നെ പോലെയുള്ള സ്ത്രീകൾക്കും ഇതൊക്കെ എളുപ്പമാണ് എന്ന് കാണിച്ചുകൊണ്ട് അവരുടെ ഒരു ഇൻഡിപെൻഡൻസ്, അവരുടെ ഒരു ഓട്ടോണമി കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ഏരിയ പറയുന്നത് തന്നെ. ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ വാട്ട് വിമൻ ക്യാൻ ഓർ കനോട്ട് ഡു, എന്തൊക്കെയാണ് ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റുക, എന്തൊക്കെയാണ് ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളത് കാണിച്ചു തരാണ്. ഈ ഒരു ഫ്രേസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? നോ മാൻ കുഡ് ഹെഡ് മീ. ഇതെന്താ കാണിക്കുന്നത് നിങ്ങൾക്കറിയോ? ഷീസ് ഡിക്ലെയറിങ് ഹെർ ഇൻഡിപെൻഡൻസ് ഫ്രം മെയിൽ അതോറിറ്റി. അതായത് തനിക്ക് ജീവിക്കാൻ ഒരു മെയിൽ അതോറിറ്റിയുടെ ആവശ്യമില്ല, അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് കാണിക്കുന്നതിന്, താൻ സ്ട്രോങ് ആണ്, താൻ ഇൻഡിവിജ്വലായിട്ട് തൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും താൻ കേപ്പബിൾ ആണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നോ മാൻ കുഡ് ഹെഡ് മീ എന്നുള്ള ഫ്രേസ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, I could work as much and eat as much as a man when I could get it, and I bear the lash as well, and ain't I a woman? ഇവിടെ എന്താ പറയുന്നതെന്ന് അറിയോ? ഇക്വാലിറ്റി ലേബർ ഇപ്പോഴും ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് അല്ലേ? അതെ. സോ നമ്മളിവിടെ പറയുന്നത് സ്ലേവിൻ്റെ പെയിനെ കുറിച്ചിട്ടാണ്. അതും എസ്പെഷ്യലി സ്ത്രീ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ പുരുഷന്മാരെ പോലെ തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും പുരുഷന്മാർക്ക് കിട്ടുന്നൊരു കൺസിഡറേഷൻ്റെ പകുതി കൂടിയും ഇവർക്ക് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ദെൻ ഷീ ഡിക്ലെയർസ് ദാറ്റ് ഷീ ക്യാൻ വർക്ക് ജസ്റ്റ് ആസ് ഹാർഡ് ആൻഡ് ഈറ്റ് ജസ്റ്റ് ആസ് മച്ച് ആസ് എനി മാൻ വെൻ ഗിവൻ ദ ഓപ്പർച്യൂണിറ്റി. സോ പിന്നീട് ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ? അവരനുഭവിക്കുന്ന ഒരു ഹാർഡ്ഷിപ്പാണ്. ഇങ്ങനെയൊക്കെ എത്രത്തോളം അവർ വർക്ക് ചെയ്താലും പണിയെടുത്താലും അവർക്ക് നന്നായിട്ട് ഫിസിക്കൽ അബ്യൂസ് അവർ ഫേസ് ചെയ്യുന്നതായിട്ട് വരുന്നുണ്ട്. അവരുടെ ഒരു സഫറിങ് ആണ് കാണിക്കുന്നത്. ട്രൂത്ത് ഹൈലൈറ്റ്സ് ഹർ എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ഫിസിക്കൽ പെയിൻ, ഷോക്കേസിങ് ഹെർ സ്ട്രെങ്ത്. സോ ഇതും അവളിങ്ങനെ പോസിറ്റീവായിട്ട് എത്രത്തോളം അടി കിട്ടിയാലും തനിക്ക് നല്ലപോലെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, തനിക്ക് അതിനൊരു സ്ട്രെങ്ത് ഉണ്ട് എന്ന് പറയുകയാണ്. ബൈ മെൻഷനിങ് ഹെർ എബിലിറ്റി ടു ബിയർ ദ ലാഷ്. ഓക്കെ, ഈ ഒരു ഫ്രേസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവരുടെ ഒരു സഫറിങ്, ഫിസിക്കൽ സഫറിങ് ഒക്കെ എൻഡ്യൂർ ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത് ആണ്. സോ ദിസ് സ്റ്റാർ കോൺട്രാസ്റ്റ് അണ്ടർസ്കോർ ദ ഡബിൾ ഓപ്പറേഷൻ ദാറ്റ് എൻസ്ലേവ്ഡ് വിമൻ എക്സ്പീരിയൻസ്ഡ്. ഒരു ഡബിൾ ഓപ്പറേഷനാണ്. എന്താണ്? അതായത് ബ്ലാക്ക് വുമൺ ആണ്, അതുകൂടാതെ എന്താണ്? സ്ലേവും ആണ്. സോ ഈ ഒരു രണ്ട് ഡബിൾ ഓപ്പറേഷനിൽ കൂടി വരുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് അവരിവിടെ പറയുന്നത്. ഈ ഒരു ഭാഗം വരുമ്പോൾ നമുക്കെന്തോ സങ്കടമൊക്കെ വരും. ഐ ഹാവ് ബോൺ 13 children since most sold off into slavery, and when I cried out with a mother's grief, none, but Jesus heard me, and ain't I a woman? ഈ ഒരു പോർഷനിൽ കാണിക്കുന്നത് ഒരു മദർഹുഡ് ആൻഡ് ലോസ് ആണ്. ദ പെയിൻ ഓഫ് ലോസിങ് ചിൽഡ്രൻ ടു സ്ലേവറി ഇല്ലുസ്ട്രേറ്റ് ദ ഡീപ്പ് ഇമോഷണൽ സ്കാർസ്. ഓക്കെ, അതായത് തൻ്റെ 13 മക്കളെയാണ് സ്ലേവറിലോട്ട് വിൽക്കപ്പെട്ടത്. ഇതൊരു ചെറിയ ലോസാണോ? ഒരു ഫാമിലി സെപ്പറേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? താൻ അനുഭവിച്ച പോലെ തന്നെ തൻ്റെ മക്കളും ഇതിൻ്റെ ഒരു സ്ലേവറിയുടെ ഒരു ബ്രൂട്ടാലിറ്റി അവരും അനുഭവിക്കേണ്ടി വരില്ലേ? ഒരു ബ്രൂട്ടൽ റിയാലിറ്റീസ് ഓഫ് സ്ലേവറി തൻ്റെ മക്കളും അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളൊരു പെയിൻ അവളിൽ ഉണ്ടാകില്ലേ? പിന്നെ അത് മാത്രമല്ല, തൻ്റെ മക്കളും ഒരു അമ്മയും മക്കളും തമ്മിലുള്ള ഒരു ഡീപ്പ് കണക്ഷൻ അവിടെ നഷ്ടപ്പെടുകയാണ്. അവൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ലോസ് ആവുകയാണ്. സോ ഒന്നായിട്ട് കൂട്ടി വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു മദർഹുഡ് എന്തായിരിക്കും, ഒരു അമ്മയുടെ ഫീലിങ്സ് എന്തായിരിക്കും എന്നുള്ളതാണ് ഇവിടെ. അങ്ങനെ ഇവൾ സങ്കടപ്പെട്ട് കരയുന്ന സമയത്ത് അവൾ പറയാണ്, എന്നെ വേറെ ആരും കേട്ടിരുന്നില്ല, പക്ഷേ എന്നെ ആര് കേട്ടിട്ടുണ്ടായിരുന്നു? ഷീ എംഫസൈസ് ദാറ്റ് ഓൺലി ജീസസ് ഹിയേഴ്സ് ഹേർ. ഓക്കെ, ഇവിടെ കാണിക്കുന്നത് ഒരു സ്പിരിച്വൽ സോളിറ്റ്യൂഡാണ്. Truth's expression of grief underscored her isolation and the lack of support from society in her suffering. അവരെ ആരെങ്കിലും നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാനുണ്ടോ? അവളുടെ ദുഃഖത്തിൽ പങ്കുചേരാനുണ്ടോ? ഇല്ല. പക്ഷേ അവൾക്ക് എന്തായി? തന്നെ കേൾക്കാൻ ആരുണ്ട്? ജീസസ് ഉണ്ട്, ക്രൈസ്റ്റ് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം. അപ്പോൾ അതിലൊരു സമാധാനം കണ്ടെത്തിയിരിക്കുകയാണ് നമ്മുടെ സൊജോന ട്രൂത്ത്. Then they talk about this thing in the herd. What is this they call it?
അവരെന്താണ് വിളിച്ചത്? അപ്പോൾ മെമ്പേഴ്സ് ആയിരിക്കുന്ന ഓഡിയൻസ് വല്ല വിസ്പർ ചെയ്യാണ് ഇൻ്റലക്റ്റ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ സൊജൂന ട്രൂത്ത് എപ്പോഴും ഓഡിയൻസുമായിട്ട് എൻഗേജ് ആയിട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു കോൺവെർസേഷണൽ ലാംഗ്വേജാണ് അവരവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ സ്വാഭാവികമായിട്ടും ഇറ്റ് മേക്സ് ഹർ ആർഗ്യുമെൻറ്റ് റിലേറ്റബിൾ ആൻഡ് അപ്രോച്ചബിൾ എന്നുള്ളൊരു പോയിൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, വൈറ്റ് മെൻ സേ ദാറ്റ് വിമൻ ആൻഡ് ബ്ലാക്ക് പീപ്പിൾ ആർ മെൻ്റലി ഇൻഫീരിയർ ടു ദം. അവരുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി കുറവാണ്. ഷി റിജക്ട്സ് ദിസ് ഐഡിയ. ഓക്കെ, നമ്മുടെ സൊജൂന ട്രൂത്ത് മിണ്ടാതിരിക്കോ? ഇത് തെറ്റാണ്. ഓൾ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി, നോട്ട് ജഡ്ജ്ഡ് ബൈ ഇൻ്റലിജൻസ്. ഇൻ്റലിജൻസ് വഴിയല്ല എല്ലാവരും ട്രീറ്റ് ചെയ്യേണ്ടത് ഈക്വലി. അവരുടെ റൈറ്റ്സ്, ഇൻഡിവിജ്വൽ റൈറ്റ്സ് കൊടുക്കേണ്ടതും ഒരു വ്യക്തിയുടെ ഇൻ്റലക്ട്സ് നോക്കിയിട്ടല്ല. എ പേഴ്സൺസ് ഇൻ്റലക്ട്സ് നീഡ് നോട്ട് ടു ബി കമ്പയർഡ് ടു ഇൻഡിവിജ്വൽ റൈറ്റ്സ്. സോ ഇതാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഇഫ് മൈ കപ്പ് വോണ്ട് ഹോൾഡ് ബട്ട് എ പൈൻറ്റ് ആൻഡ് യുവേഴ്സ് ഹോൾഡ്സ് എ കോട്ട്, വുഡൻറ്റ് യു മീൻ നോട്ട് ടു ലെറ്റ് മീ ഹാവ് മൈ ലിറ്റിൽ ഹാഫ് മെഷർ ഫുൾ? സോ ഇവിടെ ഒരു മെറ്റഫോർ ഓഫ് കണ്ടെയ്നേഴ്സ് ആണ് കാണാൻ സാധിക്കുന്നത്. ഒരു കോട്ടിൻ്റെ ഹാഫ് പോർഷനെയാണ് പൈൻറ്റ് എന്ന് പറയാം. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾക്ക് പുരുഷന്മാരെ സംബന്ധിച്ച് പകുതി മാത്രമേ ഫ്രീഡം ഉള്ളൂ എന്നുള്ളതാണ്. നമ്മുടെ സൊജൂന ട്രൂത്തിൻ്റെ കണ്ടെയ്നർ പൈൻ്റാണ് ഹോൾഡ് ചെയ്യുന്നത്. അതായത് എത്ര ഉള്ളൂ? അതിൻ്റെ ഒരു പകുതി മാത്രമേ ഉള്ളൂ, ഒരു ഗ്ലാസിൻ്റെ ഹാഫ് പോർഷനാണ്. എന്നാൽ മറ്റുള്ളവരുടെ ഇവിടെ ഉദ്ദേശിക്കുന്നത് വൈറ്റ് മാൻ. ഓക്കെ, അവരുടെ എന്താണ്? ഹോൾഡ് കോട്ട് ഫുള്ളാണ്. സോ അതുകൊണ്ട് തന്നെ ഇവൾ ആഗ്രഹിക്കുന്നത് ഈ ഷുഡ് ബി ഗ്രാൻഡഡ് ദർ മെഷർ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു മെഷർ, അതായത് ഈക്വലി കിട്ടണം എന്നുള്ളത് തന്നെയാണ്. സോ ഷീ സേസ് ദാറ്റ് ഇറ്റ് ഇസ് സെൽഫിഷ് ഓഫ് വൈറ്റ് മാൻ. ഒരു വൈറ്റ് മാനിൻ്റെ സെൽഫിഷാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മറ്റുള്ളവരുടെ റൈറ്റ്സിനൊക്കെ ഡിനേ ചെയ്യുക. ബൈ ആസ്കിങ് വുഡൻറ്റ് യു ബി മീൻ നോട്ട് ടു ലെറ്റ് മീ ഹാവ് മൈ ലിറ്റിൽ ഹാഫ് മെഷർ ഫുൾ. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഷീ എംഫസൈസ് ദാറ്റ് ഇറ്റ് വുഡ് ബി അൺഫെയർ ആൻഡ് സെൽഫിഷ് ഫോർ സംവൺ വിത്ത് മോർ. ദ ലാർജർ കപ്പിളിലുള്ള ഒരാളുടെ ഒരു സെൽഫിഷാണ്, ഒരു അൺഫെയർ ആണ്. ഓക്കെ, ടു ഡിനേ ഹർ ദ ചാൻസ് ടു ഫുള്ളി യൂട്ടിലൈസ് വാട്ട് ഷീ ഹാസ്. ദെൻ ദാറ്റ് ലിറ്റിൽ മാൻ ഇൻ ബ്ലാക്ക് ദർ, മിനിസ്റ്ററാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, വൈറ്റ് മിനിസ്റ്റർ. ഓക്കെ, ഹി സേസ് വുമൻ കനോട്ട് ഹാവ് ആസ് മച്ച് റൈറ്റ്സ് ആസ് മെൻ. സ്ത്രീകൾക്ക് പുരുഷന്മാരത്ര അവകാശമൊന്നും വേണ്ട എന്നുള്ളതാണ് മൂപ്പർ ഉദ്ദേശിച്ചത്. എന്തുകൊണ്ടാണെന്നറിയും? മൂപ്പരുടെ അടുത്ത് കാരണമുണ്ട്. ബിക്കോസ് ക്രൈസ്റ്റ് വാസ് നോട്ട് എ വുമൺ. അതായത് ജീസസ് ക്രൈസ്റ്റ് എന്തല്ലായിരുന്നു? ഒരു സ്ത്രീ അല്ലായിരുന്നു, പകരം അദ്ദേഹം ഒരു പുരുഷനായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞ കാരണം. സോ ഇതിനെതിരെ നമ്മുടെ സൊജൂന ട്രൂത്ത് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അവരെക്കുറിച്ച് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇറ്റ് പ്രൊവോക്സ് തോട്ട് അബൌട്ട് ദ അസംഷൻസ് അണ്ടർലൈങ് ദ ആർഗ്യുമെൻറ്റ് അഗെയിൻസ്റ്റ് വുമൻസ് റൈറ്റ്സ്. ഓക്കെ, എന്താണ്? വേർ ഡിഡ് യുവർ ക്രൈസ്റ്റ് കം ഫ്രം? Where did your Christ come from? From God and a woman. Man had nothing to do with him. ഇവിടെ ഉദ്ദേശിക്കുന്നത് man had no role to play in the birth of Jesus Christ. ഈ ഒരു ഒറ്റ പോയിന്റ് കൊണ്ട് അവരിവിടെ പാട്രിയാർക്കിയെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. Addresses the argument that women should have few rights based on the male gender of Christ. ക്രൈസ്റ്റിൻ്റെ ജെൻഡർ മെയിൽ ആയതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പുരുഷന്മാരത്ര അവകാശങ്ങൾ വേണ്ട എന്നുള്ള ആർഗ്യുമെൻറ്റിന് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് ഒരു വിമൻ്റെ റോളിനെ എംഫസൈസ് ചെയ്യുന്നു. എങ്ങനെയാണ് പറഞ്ഞിട്ട്? അതായത് ക്രൈസ്റ്റ് ഉണ്ടായത് എങ്ങനെ? ക്രൈസ്റ്റിൻ്റെ ബർത്ത് ഇൻവോൾവ് ആയത് ഒരു വുമൺ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ ഒരു വിമൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് അവിടെ കാണിച്ചു തരുന്നത്. ദെൻ മെയിൽ സുപ്പീരിയോറിറ്റിനെ റിജക്റ്റ് ചെയ്യുന്നു. ആർഗ്യൂസ് ദാറ്റ് മെൻ ഷുഡ് നോട്ട് ക്ലൈം സോൾ അതോറിറ്റി ഇൻ ഡിസ്കഷൻ അബൌട്ട് റൈറ്റ്സ് ബേസ്ഡ് ഓൺ ജെൻഡർ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അതായത് വിമൻ ആർ നോ ലെസ് ദാൻ മെൻ, സ്ത്രീ ഒരിക്കലും പുരുഷന്മാരെക്കാൾ താഴെ അല്ല എന്നുള്ളൊരു പോയിന്റ്. അങ്ങനെ ഫൈനൽ പാർട്ടിലോട്ട് എത്തിയിട്ടിട്ട് if the first woman God ever made was strong enough to turn the world upside down all alone, these women together ought to turn it back and get it right side up again, and now they is asking to do it. The men better let them എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ പറയുന്ന പോയിൻറ്റ്സ് പവർ ഓഫ് വിമനെ കാണിക്കുന്നുണ്ട്. ദെൻ യൂണിറ്റി ഇൻ ആക്ഷൻ, സ്ത്രീകൾ ഒന്നായിട്ട് കൂട്ടത്തോടെ നിന്നാൽ എന്താണ് ഒരു സ്ത്രീക്ക് ഈ ലോകത്ത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കാണിക്കുന്നുണ്ട്. സോ ഡിസൈർ ഫോർ ചേഞ്ച്, മാറ്റങ്ങൾക്കുള്ളൊരു ആഗ്രഹം, ഇതൊന്ന് എല്ലായ്പ്പോഴും ഇങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ അടിച്ചമർത്തപ്പെടുക എന്നുള്ളതൊന്ന് മാറിയിട്ട് നല്ല രീതിയിൽ എല്ലാവർക്കും തുല്യതയോടെ ഈ ഒരു സൊസൈറ്റിയിൽ ജീവിക്കാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റി ശരിക്കും പറഞ്ഞാൽ അവർ റിക്വസ്റ്റ് ചെയ്യുകയാണ്. പിന്നെന്താണ്? മെന്നിനെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് വുമൻ എന്നുള്ളത് ആരാന്നറിയോ? ഈവാണ്. സോ ദ ഫസ്റ്റ് മൂവ്മെൻറ്റ് ഈവ് ബ്രോഡ് സിൻ ഇൻ ടു ദ വേൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കറിയാം ആദം ആൻഡ് ഈവിൻ്റെ സ്റ്റോറിയൊക്കെ അറിയാം. സോ ഇവിടെ എനിക്ക് ഒന്നുകൂടി പറയണം എന്ന് ഇല്ല. ഓക്കെ, സോ വിമൻ എന്ന് പറയുന്നത് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളുടെയും റെസ്പോൺസിബിൾ ആ സ്ത്രീക്കാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിനെതിരായിട്ട് നമ്മുടെ സൊജൂന ട്രൂത്ത് പറയാണ്. ഷീ സേസ് ദാറ്റ് ഇഫ് വൺ വുമൻ ഈസ് സോ പവർഫുൾ ടു ബ്രിങ് സിൻ ടു ദ വേൾഡ്,
ഓൾ ദ വിമൻ ടുഗെദർ ക്യാൻ സെറ്റ് ഓൾ ദ തിങ്സ് റൈറ്റ്. എല്ലാ സ്ത്രീകളും ഒരുമിച്ചിരുന്നാൽ ഇത്തരത്തിലുള്ള സിന്നുകളും മാറ്റിയിട്ട് നമ്മുടെ ലോകം നല്ല രീതിയിൽ ജസ്റ്റിസ് ആയിട്ട് ഇക്വാലിറ്റിയോട് കൂടി നമുക്ക് പടുത്തുയർത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ബൈ സെയിങ് ദ മെൻ ബെറ്റർ ലെറ്റ് ദം എന്നുള്ള ഫ്രേസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? സോ ഇവിടെ അവളുടെ ഒരു ആഗ്രഹമാണ് കാണുന്നത്. ഷി ഓർഡേഴ്സ് മെൻ ടു സപ്പോർട്ട് വിമൻ ഇൻ ദെയർ ഫൈറ്റ് ഫോർ ഇക്വാലിറ്റി ആൻഡ് റൈറ്റ്സ്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഇക്വാലിറ്റി റൈറ്റ്സിൽ ഫൈറ്റ് ചെയ്യാൻ പുരുഷന്മാരും മെൻ നോട്ട് ബോയ്സ് ഓക്കെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു റിക്വസ്റ്റ്. ഓക്കെ, സോ ഹർ മെസ്സേജ് ഈസ് വൺ ഓഫ് എംപവർമെൻറ്റ്, എൻകറേജിങ് വുമൻ ടു റെക്കഗ്നൈസ് ദെയർ കളക്റ്റീവ് സ്ട്രെങ്ത് ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദെയർ വോയിസസ് ഇൻ ക്രിയേറ്റിംഗ് പോസിറ്റീവ് ചേഞ്ച്. സോ ഇതാണ് ഈ ഒരു സ്പീച്ച് എന്ന് പറയുന്നത്. അങ്ങനെ 2 ക്ലാസ്സോട് കൂടി എയിൻഡ് ഐ എ വുമൺ എന്ന സ്പീച്ച് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ആക്കാം കേട്ടോ. പിന്നെ പറയാനുള്ളത്, ഈ 2 ക്ലാസ്സും കേട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു എക്സ്പ്ലനേറ്ററി നോട്ട്സ് നല്ലപോലെ വായിച്ച് നോക്കുക. ഓക്കെ, സോ ഓക്കെ, താങ്ക് യു.